വെൽക്കം ടു എക്കണോമെട്രിക്സ് ലെക്ചർ സീരീസ്. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻ എക്കണോമെട്രിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എക്കണോമെട്രിക്സിൽ പ്രധാനമായിട്ടും 3 ടൈപ്സ് ഡാറ്റയാണുള്ളത്. ഒന്നാമത്തത് ക്രോസ് സെക്ഷൻ ഡാറ്റ, രണ്ടാമത്തെ ടൈം സീരീസ് ഡാറ്റ, മൂന്നാമത്തത് പൂൾഡ് ഡാറ്റ. ഇവ തമ്മിലുള്ള ഒരു മിക്സ്ചർ, പൂൾഡ് ഡാറ്റ. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ക്രോസ് സെക്ഷൻ ഡാറ്റ. ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത് ഒരേ ടൈം പീരീഡിൽ ഡിഫറെന്റ് ക്രോസ് സെക്ഷനെ എടുത്ത് പഠിക്കുന്ന ഡാറ്റയാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സെൻസസ് നമ്മളിപ്പം പ്രീവിയസ് സെൻസസ് നടന്നത് 2011 2011 നമ്മൾ ഒരുപാട് ഡാറ്റ സെറ്റ് കളക്ട് ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് GDP-യുടെ, പോപ്പുലേഷൻ ഗ്രോത്തിന്റെ, അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ ധാരാളം ഡാറ്റ കളക്ട് ചെയ്തു. അന്നേരം ടൈം എന്ന് പറയുന്നത് 2011 എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നില്ല, പക്ഷേ ക്രോസ് സെക്ഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. അത്തരത്തിലുള്ള ഡാറ്റയാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ. നമുക്കിപ്പം ഒരു ഹൗസ് ഹോൾഡിന്റെ ഇൻകം, ഒരുപാട് ഹൗസ് ഹോൾഡ്സിന്റെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇയറിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്ന ഇത് ക്രോസ് സെക്ഷൻ ഡാറ്റ ആയിട്ട് വരും. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ടൈമേ ഉള്ളൂ, പക്ഷേ നമ്മൾ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ഉണ്ടാവും. അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്. നമുക്ക് ഇനി അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് രണ്ട് സബ്ജക്ട്സിനെ നമുക്ക് കമ്പയർ ചെയ്യും. ഇപ്പൊ രണ്ട് ഫേം, ആ ഫേമിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി, ഇവ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ടൈം സീരീസ് ഡാറ്റ. നമ്മൾ നേരത്തെ ക്രോസ് സെക്ഷൻ ഡാറ്റ പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞു ടൈമിന്റെ എലമെന്റ് ഒരു ഒറ്റ യൂണിറ്റ് അല്ലെങ്കിൽ ഒറ്റ പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ ഈ പറയുന്ന ക്രോസ് സെക്ഷൻ ഡാറ്റ ഉണ്ട്. എന്നാൽ ടൈം സീരീസ് ഡാറ്റയിൽ അറ്റ് റെഗുലർ ഇന്റർവെൽസിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടൈം വേരിയിങ് ആണ്. പക്ഷേ ക്രോസ് സെക്ഷൻസ് അതേപോലെ ഉണ്ട്, പക്ഷേ ടൈം വേരിയിങ് ആണ്. ഇപ്പം ഡെയിലി ഡാറ്റ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡാറ്റയൊക്കെ ഡെയിലി ഡാറ്റയാണ്. ഡെയിലി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മന്ത്ലി ഡാറ്റയും ഇയർലി ഡാറ്റ ഉണ്ട്. ഇപ്പോൾ GDP-യുടെ ഒക്കെ മന്ത്ലി ഇയർലി ഡാറ്റ, CPI, GDP, അതുപോലെ ധാരാളം എക്കണോമിക് വേരിയബിൾസിന്റെ ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തേക്കുന്ന GDP ഗ്രോത്ത് റേറ്റ് ഓഫ് എ കൺട്രി ഓവർ പാസ്റ്റ് 10 ഇയർ, കഴിഞ്ഞ 10 വർഷത്തെ GDP ഗ്രോത്ത് റേറ്റ് നമ്മൾ കളക്ട് ചെയ്തെടുത്ത് ആ ഡാറ്റ സെറ്റിന്റെ പറയുന്ന പേരാണ് ടൈം സീരീസ് ഡാറ്റ. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ടെമ്പറൽ ഓർഡർ കാണും. പിന്നെ അതേപോലെ നമ്മുടെ ഒബ്സർവേഷൻസ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കും. അത് പാസ്റ്റും ഫ്യൂച്ചർ വാല്യൂസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പാറ്റേൺ അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ യൂസേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറയുന്ന ടൈം സീരീസ് അനാലിസിസ് ഉപയോഗിച്ച് ട്രെൻഡ്, സൈക്കിള്, അവയൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പാസ്റ്റ് വാല്യൂസ് ഉപയോഗിച്ച് ഫ്യൂച്ചർ വാല്യൂസ്, ഇപ്പം നമ്മൾ GDP-യുടെ കഴിഞ്ഞ 10 വർഷത്തെ വാല്യൂ ഉപയോഗിച്ച് ഫ്യൂച്ചറിൽ GDP എങ്ങനെ പോകും എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതാണ് ഈ ടൈം സീരീസ് ഡാറ്റയുടെ ഉപയോഗം. അടുത്ത ടൈപ്പ് ഓഫ് ഡാറ്റയാണ് പൂൾഡ് ഡാറ്റ. പൂൾഡ് ഡാറ്റ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ ടൈം സീരീസ് ഡാറ്റയും ക്രോസ് സെക്ഷൻ ഡാറ്റയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പൂൾഡ് ഡാറ്റയാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്രോസ് സെക്ഷനെ മൾട്ടിപ്പിൾ ടൈം പീരീഡിൽ സ്റ്റഡി ചെയ്യുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഹെട്രോജനിറ്റിയെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പൂൾഡ് ഡാറ്റയുടെ ഒരു അഡ്വാൻറ്റേജ്. ഇനി അടുത്തൊരു ഡാറ്റ ഉണ്ട്, പാനൽ ഡാറ്റ. പാനൽ ഡാറ്റ എന്ന് പറയുന്നത് പൂൾഡ് ഡാറ്റയുടെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. നമ്മൾ പൂൾഡ് ഡാറ്റയെ പറഞ്ഞത് നമ്മൾ ഒരുപാട് ക്രോസ് സെക്ഷനെ ഒരുപാട് ടൈം പീരീഡിൽ സ്റ്റഡി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ ഈ ക്രോസ് സെക്ഷൻസ് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ എടുക്കുന്ന ആളാവണമെന്നില്ല രണ്ടാമത്തെ വർഷം നമ്മുടെ റെസ്പോണ്ടന്റ്. പക്ഷെ പാനൽ ഡാറ്റയിൽ ആള് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ എൻഐറ്റീസ് മാറാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. സെയിം എൻഐറ്റീസിനെയാണ് ഓവർ ദി പീരീഡ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ഹെട്രോജനിറ്റിയെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ ടൈം സീരീസിന്റെയും ക്രോസ് സെക്ഷൻ്റെ അകത്തും, ടൈം സീരീസിന്റെ അകത്ത് ടൈം സ്പെസിഫിക് ഹെട്രോജനിറ്റിയും ക്രോസ് സെക്ഷൻ ഡാറ്റയ്ക്കകത്ത് ക്രോസ് സെക്ഷണൽ സ്പെസിഫിക് ഹെട്രോജനിറ്റിയും വരുന്നുണ്ട്. അപ്പം അവയെ രണ്ടിനെയും കൂടെ കൺട്രോൾ ചെയ്ത് കുറച്ചുകൂടി ഇൻഫർമേഷൻ നമുക്ക് ഈ പറയുന്ന പാനൽ ഡാറ്റയിൽ അവൈലബിൾ ആയിട്ട് വരും. സോ നമ്മൾ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഡാറ്റയെ പറ്റിയാണ് കണ്ടത്. ഒന്നാമത്തത് ക്രോസ് സെക്ഷൻ ഡാറ്റ, രണ്ടാമത്തെ ടൈം സീരീസ് ഡാറ്റ, മൂന്നാമത്തത് പൂൾഡ് ഡാറ്റ. പാനൽ ഡാറ്റ എന്ന് പറയുന്നത് പൂൾഡ് ഡാറ്റയുടെ ഒരു സ്പെഷ്യൽ കേസാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.